യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ആദ്യഘട്ടം. യേശുവിൻ്റെ രണ്ടാം വരവിന് രണ്ട് ഘട്ടമുണ്ട്. ഒന്ന് രഹസ്യവരവ്, രണ്ട് പരസ്യവരവ്. അതിൽ രഹസ്യവരവ് തേജസ്സിൻ്റെ പ്രത്യക്ഷതയും പരസ്യവരവ് മഹത്വ പ്രത്യക്ഷതയും എന്നാണ് ബൈബിൾ കൊടുത്തേക്കുന്നത്. അതിൽ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഒരു കൂട്ടർ മാത്രം അറിയേണ്ടതിനുള്ള വരവാണ്. ആ ഒരു കൂട്ടരാണ് കാന്തന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കാന്ത. ആ കാന്തയെക്കുറിച്ച് കഴിഞ്ഞ രാത്രി ഞാൻ സൂചിപ്പിച്ചു. ആ കാന്ത എപ്രകാരമുള്ളവളായിരിക്കണമെന്ന് യഹൂദ വിവാഹത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് അതിൻ്റെ ആശയം ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ കഴിവതും ലളിതമായ ഭാഷയിൽ പഠിപ്പിച്ചു. കാന്ത എന്ന് പറയുമ്പോൾ അത് സഭയെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, യഹൂദ വിവാഹം 13 വയസ്സ് ആൺകുട്ടിക്കും 9 വയസ്സ് പെൺകുട്ടിക്കുമുള്ളപ്പോൾ വിവാഹ നിശ്ചയം ചെയ്യുമെന്ന്. ഒരുപക്ഷെ ദൈവമക്കളല്ലാത്തവർ ഇവിടെ കേൾക്കുന്നത് ഉള്ളതുകൊണ്ട് ആ സംശയം തീർക്കാൻ വേണ്ടി പറയാം. യഹൂദ വിഭാഗത്തിൻ്റെ ചാലൊരുക്കി സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെയാണ് ബൈബിൾ സ്ഥാപിച്ചേക്കുന്നത്. അതിൽ യഹൂദ വിഭാഗത്തിൽ പണ്ട് കാലത്തെ അഥവാ ബൈബിളിൽ പ്രതിപാദിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ 13ഉം 9ഉം വയസ്സ് പ്രായമായിരുന്നു. ഇത് ആത്മീയ അർത്ഥത്തിൽ വന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആ പൊസിഷനാണ് വിവാഹ നിശ്ചയം എന്ന് പറയപ്പെടുന്നത്. അഥവാ ഒരു വ്യക്തി യേശുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്ന ആ സമയം, അതിനുള്ള പ്രായം ലോകപ്രകാരം പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അറിവാകുന്ന പ്രായമാണ്. എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് ഒരു കുഞ്ഞിന് ആകുന്ന ആ പ്രായമാണ് യേശുവിനെ രക്ഷകനായി കാണേണ്ടത്. കുഞ്ഞുങ്ങൾ അപ്പനോടും അമ്മയോടും കൂടെ പള്ളിയിൽ വരും, ആരാധനയ്ക്ക് വരും. അവർ പാട്ടുകൾ കേട്ട് പാട്ട് പഠിക്കും, പ്രസംഗം കേട്ട് പ്രസംഗവും പഠിക്കും. അനേക സഭകളിൽ കൊച്ചു കുട്ടികളൊക്കെ പ്രസംഗിക്കാറുമൊക്കെയുണ്ട്. പക്ഷെ വ്യക്തിപരമായി ചോദിച്ചാൽ അവരാരും രക്ഷിക്കപ്പെട്ടവരായിരിക്കത്തില്ല. കാരണം അപ്പനോട് കൂടെ അമ്മയോട് കൂടെ ആരാധനയ്ക്ക് വന്ന് പരിചയമുണ്ടെന്നല്ലാതെ വ്യക്തിപരമായി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല. വിവാഹത്തിന് അനേകർ സംബന്ധിക്കാറുണ്ട്. വിവാഹ പാർട്ടികളിൽ അണിഞ്ഞൊരുങ്ങി പലരും വരാറുണ്ട്. മണവാട്ടിയോട് കൂടെ മണവാട്ടിയേക്കാൾ നല്ല ഡ്രസ്സ് ധരിച്ചുകൊണ്ട് മണവാട്ടി അനുഗമിക്കുന്ന പിൻഗമിക്കുന്ന കന്യകമാരോ സുന്ദരിമാരോ ഒക്കെ കൂടെ വരാറുണ്ട്. അതുപോലെ തന്നെ വിവാഹ പന്തലിൽ വന്ന് വിവാഹ കാണുന്നവരുണ്ട്, ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നവരുണ്ട്, ആ കൂടെ പങ്കാളിത്തം വഹിക്കുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കുന്നവരുണ്ട്. പക്ഷെ അവരാരും വിവാഹിതയാകേണ്ട പെൺകുട്ടിയല്ല. ഇതുപോലെ ആരാധനയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടോ പാട്ടുപാടിയത് കൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ ഒന്നും ആത്മാവിൽ ഒരു കുഞ്ഞ് രക്ഷിക്കപ്പെട്ട ഗണത്തിൽ വരത്തില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം നാം തിരിച്ചറിയണം. ഞാനൊന്ന് വായിപ്പിച്ചിട്ട്, നിങ്ങൾക്കറിയാവുന്ന വാക്യമാ, വായിപ്പിച്ചിട്ടേ പുറകോട്ട് വരാം. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ആരെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ പെടാത്ത ആരും കർത്താവായ യേശുവുമായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവർ അല്ല. ആ വാക്യൊന്ന് വായിച്ചേ. റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം. യേശുവിനെ കർത്താവെന്ന് വാകൊണ്ട് ഏറ്റുപറയുകയും. നിർത്തുമോളെ, യേശുവിനെ കർത്താവെന്ന് അപ്പച്ചൻ വാഗൊണ്ട് ഏറ്റു പറഞ്ഞാ പോരാ, അമ്മച്ചി വാഗൊണ്ട് ഏറ്റു പറഞ്ഞാ പോരാ, ഭർത്താവെ വാഗൊണ്ട് ഏറ്റു പറഞ്ഞാ പോരാ, ഭാര്യ ഏറ്റു പറഞ്ഞാൽ പോരാ.
അതാതു വ്യക്തി അവനവൻ യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ടേറ്റു പറയണം. ഈ വാക്ക് ഒന്നുകൂടി ഓർപ്പിക്കുന്നു. ജനിച്ചത് പെന്തക്കോസ്തു വീട്ടിൽ, ജനിച്ചത് ക്രിസ്തീയ വീട്ടിൽ, വന്ന് ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ, കൊച്ചുപ്രായം മുതൽ പപ്പയും അമ്മയും പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത് ആരാധനയ്ക്ക്. സഭയിൽ ആരാധന നടക്കുമ്പോൾ ചുറ്റുവട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആലയത്തിൽ കൂടി ഓടി നടക്കാറുള്ള കുഞ്ഞ് പാട്ടുപാടുമ്പോൾ കുഞ്ഞുങ്ങൾ താളമടിച്ചു പാടും. സാക്ഷ്യം പറയാൻ നേരത്ത് മുൻപിൽ വന്ന് വാക്യം പറയും. പക്ഷെ എന്റെ ചോദ്യം, ബൈബിൾ വാക്കനുസരിച്ച് ചോദിക്കുക, വ്യക്തിപരമായി യേശുവിനെ കർത്താവെന്ന് നീ വാ കൊണ്ടേറ്റു പറഞ്ഞിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായി യേശുവിനെ കർത്താവെന്ന് വാ കൊണ്ടേറ്റു പറയണം. എന്താ ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് വാക്കറിയാം. ഒരു സമ്മേളനം നടക്കുമ്പോൾ, എന്തിന് ഇവിടെ തന്നെ കർത്താവിന്റെ അഭിഷക്തൻ റസൽ പാസ്റ്റർ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് ചെയ്യും? അത് ആവർത്തിച്ച് പറയും. അതിന്റെ പേര് ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞു തരും, അത് ഏറ്റുപറയും. ആ വാക്കിനാണ് ഏറ്റുപറയുക എന്ന് പറയുന്നത്. അപ്പൊ യേശുവിന്റെ കർത്താവെന്ന് എന്ത് ചെയ്യണം? വാ കൊണ്ട് ഏറ്റുപറയണം. അതെങ്ങനെയാ? കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ കർത്താവിന്റെ വചനം പറഞ്ഞു കഴിയുമ്പോൾ രക്ഷയുടെ ദൂത് തന്നിട്ട് കാൽവറിയെ ദൃശ്യമാക്കിക്കൊണ്ട് ഈ യേശുക്രിസ്തുവിനെ നീ കർത്താവായി രക്ഷകനായി സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഇപ്പോൾ പരസ്യമായി ഞാൻ പറയുന്ന വാക്കുകൾ ഏറ്റുപറയാമെന്ന് ദൈവദാസന്മാർ പറയും. അനന്തരം പറഞ്ഞു കൊടുക്കും, കർത്താവായ യേശുവേ. ജനം പറയും, കർത്താവായ യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്. ജനം ഏറ്റുപറയും, എനിക്ക് അങ്ങേ ആവശ്യമാണ്. കർത്താവേ, ഞാൻ പാപിയെന്ന് സമ്മതിക്കുന്നു. ഏറ്റുപറയും, കർത്താവേ, ഞാൻ പാപിയെന്ന് സമ്മതിക്കുന്നു. എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു ക്രിസ്തു കാൽവറിയിൽ പരമയാഗമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾ ഏറ്റുപറയുന്നു. ആ യേശു ക്രിസ്തുവിൽ ഇന്നു മുതൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു മുതൽ യേശുവേ, ഞാൻ അങ്ങയുടെ മകളാണ് അല്ലെങ്കിൽ മകനാണ് എന്ന് ഉറപ്പിച്ച് നിന്റെ വാ കൊണ്ട് പരസ്യമായി ശബ്ദത്തിൽ ഏറ്റുപറയണം. എന്തിനാ ഏറ്റുപറയുന്നത്? ഞാനും നിങ്ങളുമായിരിക്കുന്ന ചുറ്റുപാടിൽ നാം അറിയാതെ രണ്ടുപേർ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന വ്യക്തികളല്ല, നമ്മുടെ സന്നിധിയിൽ രണ്ടുപേരുടെ ശ്രദ്ധയുണ്ട്. നമ്മുടെ നടപ്പ്, ഇരിപ്പ്, കിടപ്പ്, പോക്ക്, സംസാരം എല്ലാം വാച്ച് ചെയ്യാൻ രണ്ടുപേരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ, ഒന്ന് പരിശുദ്ധയാത്മാവെന്ന കാര്യസ്ഥൻ, രണ്ട് നിങ്ങൾ പോലും അറിയാതെ പിൻഗമിക്കുന്നവൻ പിശാചിന്റെ ദൂതൻ. ഈ രണ്ടുപേരും നമ്മെ ശ്രദ്ധിക്കും. പിശാചിന്റെ ശ്രദ്ധ നാം യേശുവിനെ ആരാധിക്കാതെ ഏതെങ്കിലും വിധത്തിൽ തെറ്റിപ്പോകണമെന്ന ചിന്തയിൽ നമ്മെ തെറ്റിക്കാനുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുക, പാപത്തിൽ നമ്മെ വീഴിക്കുക. ഒരു മനുഷ്യൻ പാപം ചെയ്യണമെങ്കിൽ 3 കാര്യം സംഭവിക്കണം. ആ 3 കാര്യം സംഭവിക്കാതെ പാസ്റ്റർ ജെയിംസ് അമ്പോൾ ആണെങ്കിലും, റസൽ പാസ്റ്റർ ആണെങ്കിലും, ജോൺ പാസ്റ്റർ ആണെങ്കിലും, നിങ്ങളാണെങ്കിലും പാപം ചെയ്യത്തില്ല. ഒരു മനുഷ്യനിൽ 3 കാര്യം സംഭവിക്കണം പാപം ചെയ്യാൻ. അതിലൊന്ന് സാഹചര്യം അനുകൂലമാകണം, 2 സമ്മർദ്ദമുണ്ടാകണം, 3 സമ്മതം ഉണ്ടാകണം. ഇതിൽ ആദ്യത്തെ 2 കാര്യം പിശാച് കൊണ്ടുവരുന്നത് എന്ന് നാം ചിന്തിക്കുക. 2 കാര്യം പിശാച് കൊണ്ടുവരും. ഏതൊക്കെയാ? സാഹചര്യം, സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ജോസഫിന്റെ ജീവിതത്തിൽ പോത്തിഫേറിന്റെ വീട്ടിൽ ആയിരിക്കെ ജോസഫ് പാപം ചെയ്യത്തക്ക വിധം സമ്മർദ്ദം, സാഹചര്യം
രണ്ടും പിശാചൊരുക്കി. നിങ്ങൾക്കറിയാം, പിശാച് ജോസഫിന്റെ അരികിൽ എത്തിയിട്ട് പറയുന്നത് ബൈബിളിന്റെ അകത്തളത്തിൽ ചിന്തിച്ചാൽ അറിയാം. അവന് സാഹചര്യം അനുകൂലമാക്കി കൊടുത്തു. പോത്തിഫേർ അവിടെ ഇല്ല, മറ്റാരും അവിടെ ഇല്ല. പോത്തിഫേറിന്റെ ഭാര്യ മാത്രമേ അവിടെയുള്ളൂ. കണ്ടോ, ഭർത്താവില്ല, മക്കളില്ല, ജോലിക്കാർ മറ്റാരുമില്ല, അയൽവാസികൾ ആരുമില്ല. ഭാര്യയായ പോത്തിഫേറിന്റെ ഭാര്യ മാത്രമെന്ന സാഹചര്യം ഒരുങ്ങപ്പെട്ടു. ജോസഫ് ഒരു ചെറുപ്പക്കാരനാ, കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാ. സാഹചര്യം അവൻ അനുകൂലമായി. അവനും ആ സ്ത്രീയും മാത്രം കൊട്ടാര തുല്യമായ വീടിനകത്ത്. അടുത്തത് സമ്മർദ്ദം. എന്താ സമ്മർദ്ദം? പോത്തിഫേറിന്റെ ഭാര്യ ഇവന് സമ്മർദ്ദം കൊടുക്കുന്നു. അപ്പൊ സമ്മർദ്ദം കൊടുപ്പിച്ചത് പിശാച. നീ സമ്മർദ്ദം കൊടുത്ത് അവനെ വ്യഭിചാരത്തിൽ വീഴിക്ക്, അവനെ പാപത്തിൽ വീഴിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സമ്മർദ്ദം കൊടുത്തു. കണ്ടോ, സാഹചര്യം സാത്താൻ ഒരുക്കും, സമ്മർദ്ദം സാത്താൻ കൊണ്ടുവരും. എന്നാൽ മൂന്നാമത് ഒരു കാര്യവും കൂടി നടന്നാലേ പാപമുണ്ടാകത്തുള്ളൂ. ആ മൂന്നാമത്തെ പദത്തിന്റെ പേര് സമ്മതം. ഇത് പിശാച് കൊടുക്കേണ്ടതല്ല, പോത്തിഫേറിന്റെ ഭാര്യ കൊടുക്കേണ്ടതല്ല, അവനവൻ കൊടുക്കേണ്ടത്. നമ്മുടെ തീരുമാനം അസമ്മതം. അപ്പൊ പാപം ഒരുവനിൽ ഉണ്ടാകണമെങ്കിൽ അവൻ സമ്മതിക്കണം. പിശാചിനെ കുറ്റം പറയരുത്, അവൻ സമ്മതിക്കണം. പിശാച് സാഹചര്യം കൊണ്ടുവരുമ്പോൾ നീ പറയണം, പിശാചേ, നിന്റെ പണി എന്റെ അടുത്ത് പറ്റത്തില്ല. മലയാള ഭാഷയിൽ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, നിന്റെ അരി എന്റെ കലത്തിൽ വേവത്തില്ല. പിശാച് പറയണം, നിന്റെ പദ്ധതി എന്റെ അടുക്കൽ നടക്കത്തില്ല, പോ പിശാച് എന്ന് പറയണം. നീ സമ്മതിക്കരുത്. ജോസഫിന് സാഹചര്യം അനുകൂലമായിരുന്നു, സമ്മർദ്ദമുണ്ടായിരുന്നു. അവൻ സമ്മതിക്കാതെ വന്നപ്പോൾ സംഭവിച്ചതെന്താ? അവന് നഷ്ടപ്പെട്ടത് വസ്ത്രം മാത്രം, പക്ഷെ കൃപ അവന് നഷ്ടപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഒന്നുകൂടി പറയാം, ഒരു വ്യക്തിയുടെ കൂടെ അവൻ അറിയാതെ രണ്ടു പേർ സഞ്ചരിക്കുന്നു. ഒരു തെളിവുകൂടി പറയാം. ദൈവത്തിന്റെ അടുക്കൽ പിശാച് ചെന്നിട്ട് സാക്ഷ്യം പറഞ്ഞതിൽ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അവന്റെ പേര് യോശുവ എന്ന. ആരാ യോശുവ? മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചവൻ. അവനാ യോശുവ. യോശുവ നീതിമാനാ. യോശുവ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എന്നോട് കൂടെ ഇല്ലെങ്കിൽ എന്നെ അയക്കരുത്. ദൈവം പറഞ്ഞു, പൊയ്ക്കൊള്ളുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പൊ യോശുവയോട് കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവത്തിന്റെ ഒപ്പമാണ് യോശുവ യാത്രകൾ ചെയ്യുന്നത്. എന്നാൽ ഈ യോശുവയെ കുറിച്ച് പിശാച് ദൈവത്തോട് കുറ്റം പറഞ്ഞു. എന്താ കുറ്റം പറഞ്ഞത്? യോശുവയുടെ ഷർട്ടിൽ, അവന്റെ കുപ്പായത്തിൽ, അവന്റെ വസ്ത്രത്തിൽ കരി ഇരിക്കുന്നുവെന്ന്, എന്ന് പറഞ്ഞാൽ അഴുക്കിരിക്കുന്നുവെന്ന് യോശുവയെ കുറിച്ച് പിശാച് ദൈവത്തോട് കുറ്റം പറഞ്ഞു. എന്താ കുറ്റം പറഞ്ഞത്? വസ്ത്രത്തിൽ അഴുക്കിരിക്കുന്നു. കണ്ടോ, നമ്മുടെ ഡ്രസ്സിൽ അഴുക്കുവരെ നോക്കുവാൻ ഉള്ളവനാണ് പിശാച്. ഒരു കുറ്റവും കണ്ടില്ലെങ്കിൽ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കുറ്റമെങ്കിലും കണ്ടുപിടിക്കുന്നവനാ പിശാച്. മനസ്സിലാകുന്നോ? അതുകൊണ്ട് നമ്മുടെ കൂടെ നാം പോലും അറിയാതെ രണ്ടു കൂട്ടരുണ്ട്. ദൈവം നിയോഗിച്ച കാര്യസ്ഥനായ പരിശുദ്ധാത്മാവും സാത്താന്റെ ദൂതനുമുണ്ട്. അതുകൊണ്ട് സാത്താന്റെ ദൂതൻ കേൾക്കെ ഉറക്കം നിന്റെ വാ കൊണ്ട് നീ വിളിച്ചു പറയണം. ആര് കേൾക്കെ? സാത്താൻ കേൾക്കെ. എന്താ പറയേണ്ടത്? ഇന്നു മുതൽ യേശു എന്റെ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അവനവൻ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം.
ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന വാക്ക് കേൾക്കുന്ന ക്രിസ്തീയ വിശ്വാസിയെ, നീ ഏത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ശരി, വ്യക്തിപരമായി യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവം യേശുവിനെ മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നും ആ യേശു എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നുവെന്നും നീ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞില്ല എങ്കിൽ നീ രക്ഷിക്കപ്പെട്ടവർ അല്ല.